നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാകുമ്പോഴും തലസ്ഥാനത്തെ മുൻ മേയറായ ആര്യ രാജേന്ദ്രനെ പ്രചരണ രംഗത്ത് തഴഞ്ഞ് CPM. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJPയിലേക്ക് പോകാൻ ഒരു പരിധിവരെ കാരണക്കാരിയായത് ആര്യയാണെന്ന വിമർശനം പ്രവർത്തകർക്കും നേതാക്കൾക്കുമിടയിലും ശക്തമാകവെയാണ് അവരെ പാർട്ടി പ്രചരണ രംഗത്ത് വെറും കാഴ്ചക്കാരിയാക്കുന്നത്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ് ആര്യ രാജേന്ദ്രൻ. കഴിഞ്ഞ ദിവസം CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുത്ത പൂജപ്പുര പൊതുസമ്മേളനത്തിൽ ആര്യ ആദ്യം എത്തിയിരുന്നുവെങ്കിലും വേദിയിലോ മുൻനിരയിലോ സ്ഥാനമുണ്ടായിരുന്നില്ല. സാധാരണ പ്രവർത്തകർക്കിടയിൽ ഒരു കാഴ്ചക്കാരിയുടെ റോളിൽ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് മേയർ ഒതുങ്ങിക്കൂടുകയായിരുന്നു. 21-ാം വയസ്സിൽ ഭരണമേറ്റെടുത്ത ആര്യ രാജേന്ദ്രനെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നാണ് CPM കൊട്ടിഘോഷിച്ചത്. ഇത് ഭാവിയിൽ CPM അസംബ്ലിയിലേക്ക് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ വിവാദങ്ങളുടെയും അഹങ്കാരത്തിന്റെയും ഭരണകാലമാണ് തലസ്ഥാനം അന്ന് കണ്ടത്. 5 വർഷത്തെ മേയർ ഭരണത്തിന് ശേഷം ആര്യയ്ക്ക് ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും നൽകിയിരുന്നില്ല. നിയമസഭയിലേക്ക് പരിഗണിക്കാം എന്നായിരുന്നു പാർട്ടിയുടെ അന്നത്തെ നിലപാട്. എന്നാൽ BJP ഭരണം പിടിച്ചതോടെ ആ നിലപാടും പാർട്ടി കൈവിട്ടു. അങ്ങനെ ഒതുങ്ങിപ്പോയ മുൻ മേയറുടെ പേര് സ്ഥാനാർത്ഥി ചർച്ചകളിൽ എവിടെയും പരിഗണിച്ചില്ല. പ്രവർത്തന രംഗത്തും സജീവമായിരുന്നില്ല ആര്യ. ഇന്നലെ പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്ത് കണ്ടു. സ്ഥാനാർത്ഥി വരും മുൻപേ സ്ഥലത്തെത്തി. ഉദ്ഘാടകൻ വന്നപ്പോഴേക്കും കാഴ്ചക്കാരിയായി മൈതാനത്തെ ഒരു കോണിലേക്ക് മാറി. മുന്നണിയിലെ പ്രധാന നേതാക്കളൊക്കെ വേദിയിലെത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ മേയർ അപ്പോഴും കസേരയിൽ പോലും ഇരിക്കാതെ ഒരു മൂലയിൽ തന്നെയായിരുന്നു. അതേസമയം പാർട്ടി സെക്രട്ടറിയും പ്രസംഗം കഴിയുന്നതുവരെ ആര്യ അവിടെ നിന്നു. നിയമം പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോഴും കാഴ്ചക്കാരിയായി നിന്നു മുൻ മേയർ. 45 വർഷമായി LDF കുത്തകയാക്കി വെച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടതോടെ ആര്യയ്ക്ക് നേരെ വളരെ വിമർശനമാണ് ഉയർന്നു വന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ ആഞ്ഞടിച്ച് നേതാക്കൾ രംഗത്തെത്തിയതും വാർത്തയായി മാറിയിരുന്നു. ആര്യയുടെ അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റമാണ് തലസ്ഥാനത്തെ തിരിച്ചടിക്ക് കാരണമെന്ന് അംഗങ്ങൾ തുറന്നടിച്ചിരുന്നു. കോർപ്പറേഷൻ ഭരണകൂടത്തെ തിരുത്താൻ യഥാസമയം ഇടപെടുന്നതിൽ പാർട്ടി ഫ്രാക്ഷനുകൾക്ക് പരാജയമുണ്ടായെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. കോർപ്പറേഷനിലെ അഴിമതി ആരോപണങ്ങളും പാർട്ടി പരാജയത്തിന് തിരിച്ചടിയായി. ജില്ലാ പഞ്ചായത്തിന്റെ ഭരണപരാജയത്തിന്റെയും ഒക്കെ അംഗങ്ങൾ ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വരികയും ചെയ്തു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിൽ ഏകോപനമില്ലാത്തത് സീറ്റുകൾ നഷ്ടപ്പെടുന്നതിനിടയാക്കിയെന്നായിരുന്നു വിമർശനം. അതേസമയം ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് ബാലുശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ്. ഇവിടെയും ആര്യ പ്രചരണത്തിൽ സജീവമല്ല. തിരുവനന്തപുരമാണ് ആര്യയുടെ തട്ടകം എന്നതിനാൽ തലസ്ഥാനത്തേക്കാണ് അവർ കേന്ദ്രീകരിക്കുന്നത്.